അടിയനി പെരുവേണമേ സ്നേഹസാഗരമാം ദൈവമേ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായി സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ വേറൊരു ക്രിസ്ത്യൻ എലീറ്റ് വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇതിൻ്റെ കണ്ടൻറ്റിൽ ആഴമേറിയ ഒരു ബൈബിൾ സ്റ്റഡി ഇല്ല. പക്ഷേ ചില ദൈവമക്കൾക്ക് അതൊരു പ്രയോജനം ഉണ്ടായിരിക്കും എന്നെൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നത്. സാധാരണ ഞാൻ അലിഗോറിക്കൽ കണ്ടൻറ്റ് ചെയ്യാറില്ല. അലിഗോറിക്കൽ കണ്ടൻറ്റിൻ്റെ പ്രോബ്ലം, ആ കോണ്ടെക്സ്റ്റിലൊരു അലിഗോറിക്കൽ റിലവൻസ് കാണത്തില്ല. നമ്മളതിനെ അലിഗറൈസ് ചെയ്യും. അലിഗറൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് ആത്മീയ അർത്ഥം കൊടുക്കുക. അതിന് ആത്മീയ അർത്ഥം ഉണ്ടായിരിക്കത്തില്ല, ഒരാത്മീയ അർത്ഥം ഉണ്ടായിരിക്കത്തില്ല. അപ്പം ആത്മീയ അർത്ഥം ഇല്ലാത്ത കാര്യങ്ങൾക്ക് ആത്മീയ അർത്ഥം കൊടുക്കുന്നത് ശരിയായ കാര്യമല്ല. ഇറ്റ്സ് നോട്ട് എക്സ്പെക്റ്റഡ് ഓഫ് എ ബൈബിൾ ടീച്ചർ ലൈക്ക് മീ. പക്ഷേ ഇവിടെ എനിക്ക് ഒരു അലിഗോറിക്കൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു അലിഗോറിക്കൽ കണ്ണട്രേഷൻ ഉണ്ടെന്നൊരു ബോധ്യം വേദപുസ്തകത്തിൽ തെളിയിക്കാമെന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ദാസനായ ഇസ്ഹാക്ക് അബ്രഹാമിൻ്റെ മരണശേഷം കനാൻ ദേശത്ത് പാർക്കുന്ന കാലത്ത് he had some problems to face. The first problem was there was a massive famine. കനാൻ ദേശം എന്ന് പറയുന്നത് കൂടെ മഴ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. മഴ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ക്ഷാമമാണ്. ഈ ക്ഷാമം വരുമ്പോഴൊക്കെയും അവിടുന്ന് അവർക്ക് 4 days വോക്കാണ് ഈ ഈജിപ്തിലെത്താൻ. ഈജിപ്തിനെ പറ്റി പറയുന്നത് ദ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ദ മിഡിൽ ഈസ്റ്റ് എന്നാണ്. മിഡിൽ ഈസ്റ്റിൻ്റെ ബ്രെഡ് ബാസ്ക്കറ്റാണ് ഈ ഈജിപ്റ്റ്. 4 ദിവസം വഴിയേ ഉള്ളൂ. റെയിനോഖലർ എന്ന് പറയുന്ന ആ നദിയുടെ തീരത്തൂടെ നടന്നങ്ങ് പോയാൽ മതി. സോ ഈ ക്ഷാമം ഉണ്ടായപ്പം ആളുകളൊക്കെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. Then Isaac was getting ready അങ്ങോട്ട് പോകാൻ. God said, no, you live here. You live here. ഇതാണ് ഇസ്ഹാക്കിൻ്റെ ഒന്നാമത്തെ ക്രൈസിസ്. അത് ക്രൈസിസ് ആണെന്ന് ഞാൻ പറയാൻ കാരണം, എല്ലാവരും രക്ഷാമാർഗം അന്വേഷിക്കുക. Why I also can't do it? Why I also can't do it? എല്ലാവരും പോകുന്ന വഴിയിൽ എനിക്കും എന്തുകൊണ്ട് പോയിക്കൂടാ? God has a very clear direction to his children. No, no, no. You are not to choose the ways of all and century. എല്ലാവരും തിരഞ്ഞെടുക്കുന്ന വഴിയല്ല നിന്റെ ജീവിതമാർഗം. Because you are on the guidance of divine directions. സ്വർഗീയമായ ഡിറക്ഷൻസിൻ്റെ ഗൈഡൻസിലാണ് നീ. And you cannot choose other than what the Lord God chooses for you. നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി എന്ത് ചൂസ് ചെയ്യുന്നു, അതിനേക്കാൾ വലിയൊരു ചോയ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒരുപാട് ഫെയിലിയർ നേരിട്ട എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ സീരീസ് ഓഫ് ഫെയിലിയേഴ്സ്. And when he met me, he had already failed for his BA some 4 or 5 times. ഒരു ഹോപ്പ്ലെസ് ആയിട്ടാണ് അവൻ എന്നെ കാണാൻ വരുന്നത്. സോ വി ഹാഡ് എ ലോങ് ടൈം സിറ്റിംഗ് ടുഗദർ. എന്നോട് പറഞ്ഞു, സാർ, ഞാൻ എന്തെല്ലാം പഠിച്ചാലും പരീക്ഷ ഹോളിൽ വെച്ചത് മുഴുവൻ മറന്നു. എൻ്റെ തലയ്ക്കകത്തൊന്നുമില്ല. ദർ ഇസ് നത്തിങ് ഇൻ മൈ ഹെഡ്. വാട്ട് ക്യാൻ ഐ ഡു?
ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ നിന്റെ മുറിക്കകത്ത് കഥ അടച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോടൊരു കാര്യം പറഞ്ഞാൽ മതി: തിരുവിഷ്ടത്തേക്കാൾ വലിയ ഒരിഷ്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങയുടെ വലിയ ഇഷ്ടത്തേക്കാൾ വലിയൊരിഷ്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് മാത്രം പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞു. He did his BA under me, his MA also under me, and then he went on many heights. ഞാനിപ്പം ഫർദർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലേ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും അല്ലേ, അങ്ങയുടെ ഇഷ്ടം നിറവേറണം, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം, അങ്ങനെ പഠിപ്പിച്ചത്. അപ്പോൾ യാക്കോബിനെ ദൈവം, ഇസ്ഹാക്കിനെ ദൈവം പഠിപ്പിക്കാൻ തുടങ്ങുക. ദ ഫസ്റ്റ് ലെസൺ, യു ബി ഹിയർ, ലെറ്റ് ദ വേൾഡ് ഗോ വെയർ ദേ വാണ്ട് ടു ഗോ, യു ബി ഹിയർ. കാരണം നിന്റെ പിതാവിനെ ഈ ദേശത്ത് ഞാൻ കൊണ്ടുവന്നാണെങ്കിൽ, ഈ ദേശത്ത് അവകാശം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണെങ്കിൽ, ആ അബ്രഹാമിൻ്റെ സന്തതിയായ നീ വാഗ്ദത്തത്തിന് അവകാശിയാണ്. സോ യു മസ്റ്റ് ബി ഹിയർ. അദ്ദേഹം അവിടെ താമസിച്ചു. ആൻഡ് ദെൻ he started cultivating the land, and God gave him a good produce. ഒരു നല്ല സമൃദ്ധി കൊടുത്തു. ഈ സമൃദ്ധി കൊടുക്കുന്ന കണ്ടപ്പോഴേക്ക് the local people, especially the local rulers, became very upset. They became very upset. ഈ യഹൂദന്മാരുടെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, അവരെ പൊതുവേ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം വേൾഡ് ഓവർ ഇതാണ്: സെനോഫോബിയ എന്നാണ് ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത്. ദാറ്റ് മീൻസ് ബിക്കോസ് ഓഫ് ദി ഗ്രേറ്റ് പ്രോസ്പെരിറ്റി ദ വേൾഡ് ഹേറ്റ്സ് ദം. ദ വേൾഡ് ഈസ് അഫ്രൈഡ് ഓഫ് ദം ആൻഡ് ദ വേൾഡ് ഹേറ്റ്സ് ദം. എന്തുകൊണ്ടാണ് യഹൂദൻ ജർമ്മനിയിൽ പീഡിപ്പിക്കപ്പെട്ടത്? അവരതിലെല്ലാം തെണ്ടി നടന്ന് ആൾക്കാരുടെ എല്ലാം സാധനങ്ങൾ മോട്ടിച്ചുകൊണ്ടാണോ? അല്ലെ എന്തെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടാണോ? അല്ല. Because they were prosperous. And it's God's joy that we are prosperous where we are. I'm not speaking prosperity theology. No. ഞാൻ പ്രോസ്പെരിറ്റി തിയോളജി അല്ല പ്രസംഗിക്കുന്നത്. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ജീവിക്കുന്ന രാജ്യങ്ങളിൽ നമ്മൾ അഭിവൃദ്ധി ഉള്ളവരായിരിക്കണം. നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. നമ്മൾ ദരിദ്രരായി തെണ്ടി നടക്കരുത്. അത് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ സൽഗുണ സമ്പൂർണനായ എൻ്റെ സ്വർഗീയ പിതാവോ, ചോദിക്കേ, സൽഗുണ സമ്പൂർണനായ എൻ്റെ സ്വർഗീയ പിതാവ്, നിങ്ങളുടെ സ്വർഗീയ പിതാവോ? പക്ഷെ പലരും ഇത് പ്രോസ്പെരിറ്റി തിയോളജി ആയിട്ട് എടുത്തിട്ട് ഈ താത്ത എന്തിനാ? ഇവിടെ ജീവിക്കാനും തിന്നാനും കുടിക്കാനും കളിക്കാനും ഓടാനും ചാടാനും ഉറങ്ങാനുമുള്ള സാധനങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ. That's a wrong understanding. But at the same time, God wants you to be prosperous where you are. So God made him prosperous. ദൈവം അവനെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. നാട്ടുകാർക്ക് ദേഷ്യമായി. He had many problems to face, especially with regards to his marital relations. അതുപോലും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. Then came a man who was the ruler of the land. His name is Abimelech. Abimelech, when you look, it looks that you are more prosperous than we are. You are smarter than we are, and you are stronger than we are, and you are mightier than we are. You must be a potential threat to us. നിന്റെ പോക്ക് കണ്ടിട്ട് നീ ഞങ്ങൾക്കൊരു ഉപദ്രവമായി വരാനാണ് സാധ്യത. അതുകൊണ്ട് പൊന്നുമോനെ, തടി കേടാക്കാതെ സ്റ്റാൻഡ് വിട്ടോ പൊക്കോളാൻ പറഞ്ഞു. അബീമേലെക്ക് ഇസ്ഹാക്കിനെ പുറത്താക്കി കളഞ്ഞു. ഇവിടെ
അബിമലേക്ക് എന്ന വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ആവ് എന്ന് പറഞ്ഞാൽ ഫാദർ എന്നാണ്. വി എന്ന് പറഞ്ഞാൽ മൈ ഫാദർ എന്നാണ്. മേലേക്ക് എന്ന് പറഞ്ഞാൽ കിങ് എന്ന, രാജാവ് എന്ന. അബിമേലേക്ക് മീൻസ് മൈ ഫാദർ ഈസ് കിങ്. ഞാൻ ആരെന്നറിയാമോ? ഞാൻ രാജാവിൻ്റെ മകനാണ്. നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഒരുപാടിടത്ത് ഈ അബീമേലെക്കിനെ കാണുന്നുണ്ട് കേട്ടോ. ഒരിടത്ത് മാത്രമല്ല. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ അവൻ്റെ റിയൽ നെയിം അല്ല, അവൻ്റെ ഒഫീഷ്യൽ നെയിമാണ്. രാജപുത്രൻ, രാജപുത്രൻ, രാജപുത്രൻ. എൻ്റെ അപ്പൻ രാജാവാണ്, എൻ്റെ അപ്പൻ രാജാവാണ്. ആ ഗമയാ പലപ്പോഴും ലോകത്തിന് മനസ്സിലാകത്തെ. എടാ, നിന്റെ അപ്പനല്ല ഈ ഭൂമി ഉണ്ടാക്കിയത്. ഈ ഭൂമി ഉണ്ടാക്കിയത് എൻ്റെ അപ്പനാ. മനസ്സിലെ? എൻ്റെ അപ്പൻ സൃഷ്ടിച്ച ഭൂമിയിലാണ് ഞാൻ ജീവിക്കുന്നത്. യു ഹാവ് നോ റൈറ്റ് ടു ഹൗസ് മീ ഔട്ട്. എന്നെ ഔട്ട് ഔട്ട് ചെയ്യുന്ന നിനക്ക് ഒരു റൈറ്റുമില്ല. ഈ ലോകത്തിൽ ഏത് ഭൂഖണ്ഡത്തിൽ പോയി ജീവിച്ചാലും, ഈ ഭൂമിയിൽ ഈ സൂര്യനുകളിൽ എവിടെ പോയി താമസിച്ചാലും നമുക്കൊരു കാര്യം അറിയാം. അത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയോ നല്ല നമ്മുടെ മോദിയങ്ങളോ ഒന്നും സൃഷ്ടിച്ചതല്ല, നമ്മുടെ സ്വർഗീയ പിതാവ് സൃഷ്ടിച്ചതാണ്. So we have a right to live there. And now the world doesn't recognize it. ഇപ്പോൾ ലോകം അത് മനസ്സിലാക്കുന്നില്ല. But there will come a time when we will come to reign this earth. ഈ ഭൂമിയെ വാഴുവാൻ നമ്മൾ ഒരിക്കലും ഇവിടെ വരും. അന്ന് ലോകം മനസ്സിലാക്കും, ശരിയായിരുന്നല്ലോ, ഇവരാണല്ലോ ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന്മാരെന്ന്. സോ അബീമേലെക്ക് ഇദ്ദേഹത്തെ ആട്ടിക്കളഞ്ഞു. He came to a certain place called Gerar. ഗരാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്ഹാക്ക് വന്നു. അവിടെ താമസിക്കുക. അവിടെ താമസിച്ചപ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹി വോണ്ടഡ് വാട്ടർ. ഞാൻ മുമ്പ് എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുള്ള ഒരുപാട് ജലക്ഷാമമുള്ള സ്ഥലമാണ് ഈ ഇസ്രായേൽ ദേശം. നോക്കിയപ്പം തൻ്റെ പിതാവ് മുമ്പ് അവിടെയൊക്കെ താമസിച്ചിരുന്നു, കിണറുകളും കുഴിച്ചിരുന്നു. അതെല്ലാം പിന്നെ ഈ തദ്ദേശീയരും മണ്ണിട്ട് നികത്തി കളഞ്ഞു. അതിന് ധാരാളം റീസൺസ് ഉണ്ട്. ഒരു വലിയ അർത്ഥം പറഞ്ഞാൽ സ്പിരിച്വൽ റീസൺസ് ആണ്. അത് അവരുടെ കൾച്ചറലായ റീസൺസ് ആണ്. അത് മുന്നേ എനിക്കിപ്പം പറയാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ പറയേണ്ട കാര്യങ്ങൾ പറയാൻ സമയം കിട്ടത്തില്ല. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു അബ്രഹാമിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, താൻ തന്നെ കിണർ കുഴിച്ച് അതിൽ വെള്ളം എടുക്കണമെന്ന്. ഈ ശരിക്കും ഇതിന് ഒരു സ്പിരിച്വൽ കൊണോട്ടേഷനുണ്ട്. സ്പിരിച്വൽ കൊണോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ദൈവമാണ് നമ്മുടെ ഉറവിടമുള്ള ഉറവ. നമ്മുടെ ഒരു മലയാളം പാട്ടുണ്ട്, ലോകത്തിൻ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വയ്ക്കില്ല, എൻ്റെ ദൈവം എൻ്റെ ആശ്രയം, അത് എത്ര ഉത്തമമെന്ന്. സോ ഹിയർ ഹിസ് ഓൺ വെൽസ്. പക്ഷെ ഫെലിസ്ത്യർ അത് മണ്ണിട്ട് നിറത്തിക്കളഞ്ഞു. ഇസ്ഹാക്ക് എന്ത് ചെയ്തു? Instead of going to the Philistines, he started redigging where his father had worked. പലപ്പോഴും ഇതാ പറഞ്ഞ, നീ വഴിയിൽ ചെന്ന് പഴയ വഴി അന്വേഷിച്ച് അതിൽ നടക്കണം. Look at the ways in which your fathers lived in God's sight. പിതാക്കന്മാർ ദൈവമുമ്പാകെ എങ്ങനെ നടന്നു, ആ വഴി സൂക്ഷിച്ച് നടക്കണമെന്നാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. Then what happened? He had some problems. എന്തുവായിരുന്നു ഇസ്ഹാക്കിൻ്റെ പ്രോബ്ലം എന്നറിയാമോ? The more he digged, the more they came and they destroyed it. താൻ കുഴിക്കുന്ന കിണറൊക്കെയും അവർ മണ്ണിട്ട് നികത്തിക്കളയും. എവിടെയാണ് ഇസ്ഹാക്ക്? ഈ വാസ് ഇൻ ഗരാർ. നമ്മൾ ഈ വേദപുസ്തകം പഠിക്കുമ്പോഴേ ഈ പേരുകളുണ്ടല്ലോ, വാക്കുകളുടെ അർത്ഥം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പേരുകളുടെ അർത്ഥം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ പേരിടുന്ന ഒരു കാര്യവും മനസ്സിലാക്കിയിട്ടല്ല. ചുമ്മാ പിള്ളേരെ ഷിബു എന്നും ഷാജി എന്നും ഒക്കെ ചുമ്മാ വിളിക്കുക. എന്തെങ്കിലും അർത്ഥമുണ്ടാകും. ചുമ്മാ ഷിബു 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 എന്ന് പേരുള്ള ഒരു പെണ്ണോട് പണം കരുതോട്ടെ. നിങ്ങളുടെ പേരൻസിന് എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഇടത്തില്ലായിരുന്നെങ്കിൽ മനസ്സിലാക്കിയാൽ സാധിക്കും. ഇങ്ങനെ കുഴപ്പം പേരങ്ങിട്ടിരിക്കുക, ചുമ്മാ എന്തെങ്കിലും വിളിക്കണം, അത്രയാണ്. ചുമ്മാ വിളിക്കണം. അങ്ങനെ അല്ല, പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്.
ഗരാർ. ഗരാർ എന്നുള്ളതിൻ്റെ റൂട്ട് ഒരു ഗാരാർ എന്നാണ്. ഗാർ ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്ട്രഗിൾ എന്നൊരു അർത്ഥം കൊടുക്കാം. പക്ഷേ അങ്ങനെ സ്ട്രഗിൾ എന്നൊരർത്ഥം കൊടുക്കുമ്പോൾ ഐഡിയ അങ്ങോട്ട് ക്ലിയർ ആകത്തില്ല. ഞാനിപ്പോൾ ഐഡിയ ക്ലിയർ ആകാൻ വേണ്ടി ഒരു 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 സാമ്യരൂപ ഒരു ഉദാഹരണം പറയാൻ പോവാം. പക്ഷേ എൻ്റെ ഈ സാമ്യരൂപ ഈ കേൾക്കുന്ന ഒരുപാട് പേർക്ക് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കതേ അറിയത്തുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റാത്ത പറയാൻ പറ്റുമോ? ഈ ഞങ്ങളുടെ വില്ലേജിൽ വീടിൻ്റെ ചേർന്ന് ദീർഘമായ പാടമുണ്ട്. ഭയങ്കര ചെളിപ്പാടമാണിത്. ചെളിയാണ്. കൃഷി ഇറക്കുന്നതിന് ഇത് മുഴുവൻ ഉഴണം. ഉഴുത് പിടിക്കുന്നതിന് വേണ്ടി പോത്തിനെ കൊണ്ടുവരും. പിന്നെ കാളയ്ക്ക് അത്രയും ഈ ചെളിയുള്ള ചേറുള്ള ഈ കണ്ടം ഉഴാനുള്ള ബലമില്ലെന്ന് പറയുന്നത്. പോത്തിനെ കൊണ്ടുവന്ന് അതിൻ്റെ മണ്ടയ്ക്കൂടെ കലപ്പ് കെട്ടിയിട്ട് ഒരാളെ പുറകിൽ നിന്ന് അട്ടിക്കും. ഈ പോത്തിൻ്റെ ഒരു വലിയുണ്ട്. അതാണ് ഗരാർ എന്ന് പറയുന്നത്. ഗരാർ. പുറകിൽ നിന്ന് അടിയും, എൻ്റെ പുറകിൽ നല്ല അടിയും കിട്ടും. വലിയെന്ന് പറഞ്ഞ എൻ്റെ ദൈവമേ, ഇല്ലാത്ത വലിയില്ല. ഇതിന് ഈ സ്ഥലം അങ്ങനെ. അവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ സോ ഹാർഡ്, ഫുൾ ഓഫ് ട്രബിൾസ് ആണ്. വലിച്ച് ഇസഹാക്കിൻ്റെ വശക്കേട് വന്നു. ഇസഹാക്കിൻ്റെ ദാസന്മാർ ഒരു കാര്യം ചെയ്യാം, ഒരു കിണർ കുഴിക്ക്, നമുക്ക് വെള്ളം വേണമല്ലോ, ഒരു കിണർ കുഴിക്കുക. വലിയ പ്രതീക്ഷ കിണർ കുഴിക്കുക. കിണർ കുഴിച്ച് വെള്ളം കണ്ടപ്പോഴത്തേക്ക് എന്തെന്നറിയാമോ? അബീമേലെക്കിൻ്റെ ആൾക്കാർ വന്നു, വഴക്കുണ്ടായി. ഇസ്ഹാക്കിനെ സംബന്ധിച്ചോളം he was not a fighter. All his life he never had a fight. The faith of Isaac was different from the faith of Abraham and the faith of യാക്കോബ്. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കാളും യാക്കോബിൻ്റെ വിശ്വാസത്തെക്കാളും വ്യത്യസ്തമായൊരു വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു ഇസഹാക്ക്. നമുക്ക് എന്തെങ്കിലും സമയം കിട്ടുമ്പോഴേ ഞാനിതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഈ ക്രിസ്ത്യൻ സെലിറ്റി വന്നതൊക്കെ പറഞ്ഞു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വളരെ വൃത്തിയായ ഇൻഫർമേഷനാണത്, വളരെ വൃത്തിയായ ഇൻഫർമേഷനാണ്. ഈ മൂന്ന് പേരെയും ഇവരെ ഈ പിതാക്കന്മാർ പാട്രിയോട്സ് എന്ന് പറയാൻ കാരണം അവർ മൂന്ന് പേരും മെയിൻറ്റെയിൻ ചെയ്ത വിശ്വാസത്തിൻ്റെ നിലവാരം വ്യത്യസ്തമായിരുന്നു. എൻറ്റയർലി ഡിഫറൻ്റ് ആയിരുന്നു. There were times when God himself must be shocked. ദൈവം പോലും ഭ്രമിച്ചു പോയിട്ടുള്ള സമയങ്ങളുണ്ടായിരിക്കും. What a faith it was. What a faith it was. അതുകൊണ്ടാണ് ദൈവം അവരെ പിതാക്കന്മാരായിട്ട് തിരഞ്ഞെടുത്തത്. അതെൻ്റെ ഈ വീഡിയോ ടോപ്പിക്സ് അല്ല കേട്ടോ. ഞാൻ വേറെ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. എനിക്ക് ഇപ്പോൾ നമ്മുടെ ഈ ക്രിസ്ത്യൻ സെലീറ്റിൻ്റെ ക്ലാസ്സുകൾ ഒരുപാടുള്ളതുകൊണ്ട് അതിൻ്റെ അഡ്മിഷൻ, പുതിയ ബാച്ചിന് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ടൈം, നമുക്ക് ഒരാഴ്ചയിൽ ഒരു വീഡിയോ കൂടുതൽ ക്രിസ്ത്യൻ സെലീറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. കുറച്ചുകൂടെ ഒന്ന് സ്വസ്ഥമായി കിട്ടുമ്പോൾ 2-3 വീഡിയോ എങ്കിലും ഇടാം. കോമൺ പബ്ലിക്കിന് മനസ്സിലാകും, പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷയിൽ ഒരുപാട് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ വന്ന് വീഡിയോ ഇടുന്നത്. ഐ നോ ഇറ്റ്. സോ ലെറ്റ്സ് കം ബാക്ക്. ഇതാ അനുഭവം. ഏത്? ഈ പോത്തിൻ്റെ അനുഭവം. ഈ ചൊളിക്കണ്ട കിടന്ന് വലിച്ച് ഒരു കിണറുണ്ടാക്കിയത് അവരും കൊണ്ടുപോയി. അതുകൊണ്ട് ആ കിണറിന് പേരിട്ടത് എസക്ക് എന്നാണ്. എസക്ക് എന്ന് ചണ്ടയെന്ന, ക്വാറലെന്ന, വഴക്കെന്ന. ഈ കഷ്ടതയുടെ നടുക്കും ഈ വലിയെല്ലാം വലിച്ചാലും അവസാനം കുറേ വഴക്കേ ബാക്കിയുള്ളൂ. കുറച്ചപ്പുറത്തോട്ട് വേറെണ്ണം കുഴിച്ചപ്പോൾ എന്താ പറ്റിയത്? അതിന് ഇതേ സംഭവം ഉണ്ടായത്. ദ വെരി സെയിം പ്രോബ്ലം. ഇച്ചിരി വെള്ളം അതിനകത്ത് കോരി കുടിക്കാൻ പറ്റത്തില്ല, വിട്ടുകളഞ്ഞു. അതിനെന്തറിയാമോ? സ്റ്റനാഹ് എന്ന് പേരിട്ട്. സ്റ്റനാഹ് എന്ന് പറഞ്ഞാൽ എതിർപ്പല്ലാതെ ജീവിതത്തിലൊന്നുമില്ല. ഈ 2 അനുഭവങ്ങളാണ് ഇസ്ഹാക്കിൻ്റെ ഗരാറിലെ ജീവിതം. അപ്പം നമുക്കെന്ത് മനസ്സിലായി? സ്ട്രഗിൾ. ഈ പോത്ത് വലിക്കും പോലെ വലിക്കുക. ഈ പോത്ത് വലിക്കുന്ന പോലെ വലിക്കുക. നിങ്ങൾക്കാർക്ക് അങ്ങനെ ഒരു ജീവിതാനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുക. പക്ഷെ എൻ്റെ ജീവിതം അങ്ങനല്ല. ഈ പോത്ത് വലിക്കും പോലെ വലിച്ചിട്ട് എന്താ ബാക്കി?
കുറേ ശണ്ടയും കുറേ എതിർപ്പുമേ ബാക്കിയുള്ളൂ. Now there is a question, what shall I do? എന്താ ചെയ്യുക? ഇതിന് മാർഗം, ഇതിനെന്താ പരിഹാരം? You must be thinking and thinking and thinking, Lord, what is the solution? എന്താ പരിഹാരം? ജീവിതം മുഴുവൻ ഈ പോത്ത് പോലെ വലിക്കുക. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാൽ രാത്രി 12 മണിക്കായിരിക്കും ഉറങ്ങാൻ പോകുന്നത്. എന്നിട്ട് തീർന്നോ? വല്ലതും തീർന്നോ? എന്തുകൊണ്ട് ജീവിതത്തിൽ ബാക്കി? പോത്തിനെ പോലുള്ള വലിയും ശാന്തയും എതിർപ്പും. ഇത് മാത്രം ആ ജീവിതത്തിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റിൽ ഇത്രയേ ഉള്ളൂ. ബാലൻസ് ഷീറ്റിൽ എത്രയേ ഉള്ളൂ? പോത്ത് പോലുള്ള പണിയും വലിയും ശാന്തയും എതിർപ്പും. അത്രയേ ഉള്ളൂ ജീവിതത്തിൻ്റെ ബാലൻസ് ഷീറ്റെങ്കിൽ വാട്ട് ഷാൽ ഐ ഡു? ഞാൻ എന്തോ ചെയ്യും? വെൽ, ഇസ്ഹാക്ക് ഫൗണ്ട് ഔട്ട് എ സൊല്യൂഷൻ. ഇസ്ഹാക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തി. നമ്മളിത് വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലെ വരുന്നത് കേട്ടോ. നിങ്ങൾക്കത് വായിക്കാവുന്ന ഉൽപ്പത്തി 26-ന്റെ ലാസ്റ്റ് പോർഷൻസ് നിങ്ങൾക്ക് വായിക്കാവുന്നത്. ദെൻ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സോ നോ വറി അബൌട്ട് ഇറ്റ് നൗ. അത് ഒത്തിരി എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുള്ളതല്ല. ഇറ്റ്സ് വെരി വെൽ റിട്ടൺ ദെയർ. ഇസ്ഹാക്ക് എന്താണെന്നറിയാമോ? വൺ ഡേ ഹി ഡിസൈഡഡ്, ഐ എം ഗോയിങ് ടു വിസിറ്റ് അനദർ പ്ലേസ്. ഞാൻ വേറൊരു സ്ഥലം സന്ദർശിക്കാൻ പോവാ. എന്തുവാ സ്ഥലത്തിൻ്റെ പേരെന്നറിയാമോ? ബേർഷെബ. ബേർഷെബ. എന്താ ഈ ബേർഷെബയിൽ തന്നെ പോകാൻ കാര്യം? ബേർഷെബയിൽ പോകാൻ കാര്യം തനിക്കൊരു സ്റ്റെപ്പ് ബ്രദർ ഉണ്ടായിരുന്നു. ആര്? ഇഷ്മയേൽ. ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാ. ഈ ചെക്കനെ കൊണ്ട് അവൻ്റെ അമ്മയായ ഹാഗാർ അറിഞ്ഞു നടന്ന സ്ഥലമാണിത്. ഈ ഹാഗാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് എൻ്റെ വിഷയം അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയാണ്. ഹാഗാർ എന്നുള്ള ഇവരുടെ ശരിയായ പേരല്ല. ഹാഗാർ എന്നുള്ള ഇവരുടെ വട്ടപ്പേര, ആക്ഷേപപ്പേര. കാരണം ഈ കറുത്ത പെണ്ണുപിള്ളേ ഈ ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ, ആരുടെ? അബ്രഹാമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പം അബ്രഹാമിൻ്റെ ദാസിയായിട്ട് കൊടുത്തതാ ഒരാൾ. ഹാഗാറിനെ പറ്റി ഞാൻ ഇതുപോലെ വേറൊരു വീഡിയോ ചെയ്യാം. നമുക്ക് ഒരുപാട് അറിയാനുണ്ട് അതിനകത്ത്. ഇവിടെ വന്നപ്പം ഈ അബ്രഹാമിൻ്റെ വീട്ടുകാരൻ കൂടി ഇവക്കൊരു ആക്ഷേപരിട്ടു. ഹാഗാർ പരദേശി, വിദേശി, നീ ഇവിടുത്തുകാരിയല്ല, ഔട്ട്സൈഡർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഔട്ട്സൈഡർ ഒരു കൊച്ചനെ കൊണ്ടുപോയി അവിടെ ബേർഷെബ മരുഭൂമിയിൽ അലഞ്ഞ് നടന്നു. പക്ഷെ അവിടെ അവൾക്ക് വേണ്ടി ഒരു ഉറവ തുറന്നു. ഒരു ഉറവ തുറന്നു. ഇസ്ഹാക്കിനറിയാം, ബേർഷെബയിൽ ചെന്നാൽ there must be a solution. Now, what is Beersheba? Beer ഉറവ. ഷെവ 7. ബേർഷെബ എന്ന് പറഞ്ഞാൽ 7 ഉറവകൾ എന്നാണ്. ഈ തുറക്കപ്പെട്ട 7 ഉറവ അതിൻ്റെ ഒരു അലിഗോറിക്കൽ, ഒരു സിംബോളിക് മീനിങ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അവിടുന്ന് കുറേ വർഷം ഇങ്ങോട്ട് മുന്നോട്ട് വരണം. അവിടുന്ന് 2000 വർഷം, ഇസ്ഹാക്കിന് ശേഷം 2000 വർഷം മുന്നോട്ട് നമ്മൾ വന്നാൽ ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ ഉയർത്തപ്പെട്ട കുരിശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിന്മേൽ തറയ്ക്കപ്പെട്ടവനായി ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ ദൈവത്തിൻ്റെ സുഗ്രാഹ്യമായ പരമയാഗമായി തീർന്ന് ദൈവക്രോധത്തിൻ്റെ തീച്ചൂളയിൽ വെന്ത് എരിയുന്ന ഒരാളെ കാണിക്കാം. ശ്രദ്ധിച്ച് നോക്കണം. 2 കാലിൽ ആണി അടിച്ചിട്ടുണ്ട്. 2 ഉറവകൾ അവിടുന്ന് ഒഴുകുക. 2 കൈയിൽ ആണി അടിച്ചിട്ടുണ്ട്. 2 ഉറവുകൾ അവിടുന്ന് ഒഴുകുക. ഇപ്പം എത്രയായി? 2 2 4 4 അല്ലേ? ആ തലയിലോട്ട് നോക്കിയേ. 2 2 4 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
മുൾക്കിരീടം ആഞ്ഞടിക്കപ്പെട്ടപ്പോൾ യെസ്, അവിടുന്ന് ഒഴുകി വരിക രക്തധാര. അല്ലേ, ഇപ്പൊ എത്രയായി? 5 ആ പുറത്തോട്ട് നോക്കാമോ? ഉഴവിചാലുകൾ നീളത്തിൽ കീറി പീലാത്തോസിന്റെ പ്രട്ടോറിയത്തിൽ വെച്ച് അടിച്ച് തകർത്ത് കളഞ്ഞു. ഒഴുകുക പുറത്തുനിന്ന്. ഇനി ആ വിലാപ്പുറത്തോട്ട് നോക്കിയേ, 7ാമത്തെ ഉറവ് കണ്ടോ? നിന്റെ ബേർഷെബ. That's your Beersheba. That is your Beersheba. Yes. നമ്മുടെ ഒരു പഴയ പാട്ടുണ്ട്, കള്ളൻ ക്രൂശിൽ ഈ ഉറവ കണ്ടു. കണ്ടൽ ക്രൂശിൽ പാപശാന്തി കണ്ടി ഉറവയിൽ അവനെ പോലെ ഞാനും ദോഷി. യെസ്, ദാറ്റ്സ് അവർ ബേർഷെബ. എന്താ ഈ ബേർഷെബയുടെ പ്രത്യേകത എന്നറിയാമോ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവൻ. പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട മഹാപുരോഹിതൻ. അവിടെ ചെല്ലണം. അവിടെ ചെന്ന് എന്താ പറയാനുണ്ട്? ഇസ്ഹാക്കിന് എന്താ പറയാനുണ്ട്? ഞാൻ ഒരുപാട് വലിച്ചു. പോത്തിനെ പോലെ വലിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ വേദന അബീമേലെക്കിന് അറിയത്തില്ലായിരുന്നു. യെസ്, ബേർഷെബയുടെ മറുപടിയുണ്ട്, എനിക്കറിയാം. എങ്ങനെ അറിയാം? 150 റാത്തൽ ഭാരമുള്ള ഒരു തടി എൻ്റെ തോളിൽ വെച്ച് കെട്ടിയപ്പോൾ പീലാത്തോസിന്റെ പ്രട്ടോറിയം മുതൽ 650 വാര ദൂരം യെരുശലേമിൻ നടുവിലൂടെ കുരിശുമരം ചുമന്ന് കാൽവറിയോളം വീണും എഴുന്നേറ്റും നടന്നുപോയ എനിക്ക് നിന്റെ വലിച്ചിലുകൾ അറിയാം. ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ടു പോയി. എനിക്കറിയാം. എനിക്ക് അവസാനം തലചായ്ക്കാൻ സ്വന്തം തോൾ മാത്രമേ ബാക്കിയുള്ളായിരുന്നു. ഇസ്ഹാക്കേ, എനിക്കത് പറയാം. എൻ്റെ അധ്വാന ബലം മുഴുവനും നഷ്ടമായി പോയി. ഇസ്ഹാക്കേ, എനിക്കതും അറിയാം. എനിക്കറിയാൻ കഴിയാത്ത ഒന്നും നിന്റെ ജീവിതത്തിലില്ല. യെസ്, എനിക്കറിയാൻ കഴിയാത്ത ഒന്നും നിന്റെ ജീവിതത്തിലില്ല. അത് മുഴുവൻ എനിക്കറിയാം. എ ഹോൾ നൈറ്റ് ബേർഷെബയിലിരിക്കുക. സോ വാട്ട് ഈസ് ദ സൊല്യൂഷൻ? കം ടു ബേർഷെബ. ബേർഷെബയിൽ വരണം. നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട 7 ഉറവുകളുള്ള ആ ക്രൂശിന്റെ പാദാന്ത്യത്തിൽ വന്ന് കുറെ നേരം ഇരിക്കണം. Sit down there. ശാന്തമായിരിക്കണം. പറയാനുള്ളതെല്ലാം അവിടെ പറയാം. അത് മുഴുവൻ കേൾക്കുവാൻ. പഴയ പാട്ടുകാരിങ്ങനെ പാടി, എൻ മൊഴി കേൾക്കാൻ ഭൂവിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്ന കാതുണ്ട് സ്വർഗത്തിൽ. എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ല. അവിടെ തുറന്നിരിക്കുക കേൾക്കാൻ. മറുപടി വല്ലതും ഉണ്ടോ? ഒരു മറുപടി ഉണ്ട്. ഇസ്ഹാക്ക്, അനോക്കി അനോഖ, ഞാൻ ദൈവമാണ്. ആരുടെ ദൈവമാണ്? അബ്രഹാം അവേഖ. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാ. എന്താ പിതാവായ അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ? he also had the same problem. ഇതേ പ്രോബ്ലം നിന്റെ പിതാവായ അബ്രഹാം ഫേസ് ചെയ്തതാ. അന്ന് ഞാൻ എന്താ അബ്രഹാമിനോട് പറഞ്ഞറിയാമോ? അൽ തിര അബ്രഹാം, അൽ തിര അബ്രഹാം. അബ്രഹാമേ, നീ ഒന്ന് പേടിക്കാതെ,
നീ ഒന്ന് ഭയപ്പെടാതെ, നീ ഒന്ന് ഭയപ്പെടാതെ. അതിന് മുമ്പൊരിക്കൽ വേറൊരർത്ഥം, അതിന് ഒരർത്ഥം കൂടെ ഉണ്ട്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞായിരുന്നു, അൽ മീൻസ് ഓൺ ദ ടോപ്പ് ആൻഡ് ഓവർ. നീ ഭയപ്പെടുന്ന വിഷയങ്ങളുടെ മണ്ടയ്ക്ക് ഞാനിരിക്കുക. എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു വിഷയവും നിന്റെ ജീവിതത്തിൽ ഇല്ല. നിന്റെ കർത്താവിൻ്റെ നിയന്ത്രണത്തിനപ്പുറം, നിന്റെ കർത്താവിൻ്റെ നിയന്ത്രണത്തിനപ്പുറമുള്ള ഒരൊറ്റ പ്രശ്നം നിന്റെ ജീവിതത്തിലില്ല. യെസ്, ഒരൊറ്റ പ്രശ്നം നിന്റെ ജീവിതത്തിലില്ല. യു ആർ സോ ഹാപ്പി. കാരണം എന്താ? അബ്രഹാമിനോട് അരുളി ചെയ്ത അതേ ദൈവം തന്നോട് അരുളി ചെയ്തു. ബിക്കോസ് ഹി കെയിം ടു ദ റൈറ്റ് പ്ലേസ്. ഇപ്പോഴാ യഥാർത്ഥ റൈറ്റ് പ്ലേസിൽ വന്നത്. ഹി വാസ് ഹാപ്പി ബിക്കോസ് ഹി ഹേർഡ് ഗോഡ്സ് വേർഡ്സ്. ദൈവശബ്ദം കേട്ടു. ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് തൊട്ട് സംസാരിക്കുന്ന ഹൃദ്യമായ ശബ്ദം, അത് ബേർശബയിലേ ഉള്ളൂ. ഈ 7 ഉറവുകളുണ്ടല്ലോ, അവിടുന്ന് കേൾക്കുന്നത് പോലെ ഹൃദ്യമായ ശബ്ദം ലോകത്തിൽ ഒരു മനുഷ്യർക്കും നമ്മളോട് പറയാൻ കഴിയത്തില്ല. ഒരു ഡോക്ടർക്കും, ഒരു എക്സ്പേർട്ടിനും, ഒരു ഭാര്യയ്ക്കും, ഒരു ഭർത്താവിനും, ഒരു മക്കൾക്കും, ജീവിതത്തിൽ ആർക്കും അത്ര ഹൃദ്യമായി നമ്മളോട് സംസാരിക്കാൻ കഴിയത്തില്ല. യെസ്, അവിടുന്ന് ഇറങ്ങി. And a couple of days later, he had a miracle. He had a miracle. എന്താ മിറക്കിൾ എന്നറിയാമോ? രാവിലെ നോക്കിയപ്പം കുറേ ആളുകൾ വരുന്നു. അവരിങ്ങനെ ആൾക്കാരോട് വഴി ചോദിച്ച് വരിക. ആൾക്കാരോട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. നോക്കിയപ്പം ഇസാക്കിനെ അന്വേഷിച്ച് വരിക. ആരാ ഇസാക്കിനെ അന്വേഷിച്ച് വരുന്നത്? ഒരിക്കൽ ആട്ടിക്കളഞ്ഞ അബീമലേക്കും അവൻ്റെ സർവ്വസൈന്യാധിപനും അവൻ്റെ മന്ത്രിയും അവൻ്റെ മന്ത്രിസഭയും എല്ലാവരും കൂടെ, പാർലമെൻറ്റും എല്ലാം കൊണ്ട് ഒരുമിച്ച് വരിക. യാക്കോബ് ഇസ്ഹാക്ക് ചോദിച്ചു, എന്തിനാ എന്നെ അന്വേഷിച്ച് വരുന്നത്? നിങ്ങൾ എന്നെ നിങ്ങളുടെ നാട്ടിക്കളഞ്ഞില്ലയോ? നോ, ദേ ഹാഡ് എ സ്റ്റേറ്റ്മെന്റ്. നീ ഞങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ദൈവത്തിൻ്റെ പ്രഭുവാണ്, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. സോ ലെറ്റ്സ് ഹാവ് an agreement. Let's have a treaty. Let's have an understanding. ഞാൻ പ്രൊഫറ്റിക്കലായിട്ട് പറയുകയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് തെറ്റല്ല. കാര്യം ഇത്രയും സമയം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, പ്രൊഫറ്റിക്കായിട്ട് നീ സംസാരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ചിലരോട് പറയാ, നിന്നെ ആട്ടിക്കളഞ്ഞവർ, പുറത്താക്കി കളഞ്ഞവർ, ഓടിച്ചു വിട്ടവർ, എതിർപ്പും വഴക്കും മാത്രം കൊണ്ട് നിന്റെ വലിച്ചുകളുടെ കാലം, കഷ്ടതയുടെ കാലം, ഞെരുക്കത്തിൻ്റെ കാലത്തിൻ്റെ തകർത്ത് കളഞ്ഞവർ, അവർ നിന്നെ അന്വേഷിച്ച് വരണം. They should come in search of you. എങ്ങനെ വരേണ്ടത്? വിത്ത് എ ടെസ്റ്റിമണി, യു ആർ എ ലോർഡ് ഇൻ അവർ ലാൻഡ്. ഞങ്ങളുടെ ഇടയിൽ നിന്ന് പാർക്കുന്ന ദൈവത്തിൻ്റെ പ്രഭുവാണ്, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഞാൻ ഇസ്ഹാക്കിനൊരു കാര്യം പറയാം. എന്തു അറിയാം? ആ പാദപീഠത്തിൽ ബേർശബയിൽ പരിഹാരമുണ്ട്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ മുറിവുകളിൽ നിന്നൊഴുകുന്ന ചോരയിൽ, ആ മുറിവുകളിൽ നിന്നൊഴുകുന്ന രക്തത്തിൽ പരിഹാരമുണ്ട്. ഇമ്മാനുവേൽ തൻ ചെങ്കതിൽ നിന്നൊഴുകും രക്തം. ഹല്ലേലൂയ. ആ കരങ്ങൾ നമുക്കൊന്ന് ആശ്രയിക്കാം. ആ പാദപീഠത്തിൽ ഒരു അല്പം കൂടെ അടുത്ത് വരാം. ആ മുറിവുകൾ നോക്കിയിട്ട് നമ്മുടെ വിഷയമെല്ലാം ഒന്ന് പകരാം, നമ്മുടെ ഹൃദയം ഒന്ന് പകരാം. എന്നാ പറഞ്ഞു? ഞാൻ ഒരു മനോവ്യസനമുള്ള സ്ത്രീയാ, എൻ്റെ ഹൃദയം ഞാൻ ദൈവസന്നിധിയിൽ പകരുക. ആ പാദപീഠത്തിൽ അല്പസമയം ഇരിക്കാം. And then you will see somebody coming in search of you. May the Lord bless all of you abundantly, exceedingly. Thank you very much. Bye.
സ്തുതി പ്രശംസിച്ചിടുവാൻ യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേ പ്രശംസയെ